ജി സുധാകരനെതിരെ ഇടത് സൈബർ ആക്രമണം. KPCC വേദി പങ്കിട്ടതിനാണ് രൂക്ഷ വിമർശനവുമായി നവമാധ്യമങ്ങളിൽ സൈബർ സഖാക്കൾ രംഗത്തെത്തിയത്. കൂട്ടുകൂടുന്നത് സഹോദരനെ കൊലപ്പെടുത്തിയ പാർട്ടിക്കൊപ്പം എന്നാണ് ആക്ഷേപം. ജി ഭുവനേശ്വറിന്റെ ചുടുരക്തം സുധാകരൻ മറന്നു. സുധാകരനിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ മനസ്സിൽ അകാല ചരമം പ്രാപിക്കും. സുധാകരനെ MLA-യും മന്ത്രിയുമാക്കിയത് പാർട്ടിയാണ്. പാർട്ടിയുടെ വിരുദ്ധ സംഘത്തിനൊപ്പം കൂടി നല്ല പിള്ള ചമയുകയാണ്. ജി സുധാകരനോട് പരമപുച്ഛമെന്നും വിവിധ പോസ്റ്റുകളിൽ, ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലും ആക്ഷേപമായി ജി സുധാകരനെതിരെ സൈബർ സഖാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഒരേ കമന്റ് ഉള്ള പോസ്റ്റുകൾ ആണ് വ്യാപകമായി ഇങ്ങനെ പ്രചരിക്കുന്നത്. അതായത് രാസൂത്രിതമായ ആക്രമണം ജി സുധാകരനെതിരെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് KPCC-യുടെ വേദിയിൽ ജി സുധാകരൻ പങ്കെടുത്തത് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ KPCC സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തതിനു ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട ജി സുധാകരനെതിരെ ഇപ്പോൾ ഒരു സൈബർ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. അത് ഇടത് സൈബർ കോളങ്ങളിലാണ് ഏറ്റവും അധികം ഒരേ കണ്ടന്റോട് കൂടിയുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളിലാണ് ജി സുധാകരനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ആലപ്പുഴയിലെ യുവജന നേതാക്കന്മാരുടെ ഭാഗത്ത്, യുവജന പ്രവർത്തകരുടെ, DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ പല കോളങ്ങളിലും അത്തരം ആ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ കോൺഗ്രസുമായി കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വേദി പങ്കിട്ടതിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ വിമർശനമാണ്. അത് ജി സുധാകരന്റെ തന്നെ സഹോദരൻ രക്തസാക്ഷിയായ ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ കൂടിക്കലർത്തിയാണ് അത്തരം ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ജി സുധാകരന്റെ ചുടുരക്തം മറക്കരുത്, ജി ഭുവനേശ്വരന്റെ ചുടുരക്തം മറക്കരുതെന്നടക്കമുള്ള വിമർശനങ്ങൾ വരുന്നു. പാർട്ടി അധികാരം എല്ലാം നൽകിയതാണ്, MLA ആയി, ഒപ്പം തന്നെ മന്ത്രിയായി, ഇതൊന്നും മറക്കരുത്. പാർട്ടിയുടെ വിരുദ്ധ സംഘത്തിനൊപ്പം ഇപ്പോൾ കൂടി നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്ന അടക്കമുള്ള ആക്ഷേപമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സമ്മേളന കാലയളവിലും ഒക്കെ ആലപ്പുഴയിൽ ഇന്നലെ KPCC-യുടെ വേദിയിൽ ഒരു രീതിയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ CPM-നെ ജി സുധാകരൻ വിമർശിക്കുന്നില്ല. തന്നെ കൊണ്ട് തന്റെ പാർട്ടിയെ വിമർശിക്കുമെന്ന് നിങ്ങൾ ആരും കരുതേണ്ടതില്ല എന്ന കാര്യം കൂടി ജി സുധാകരൻ കോൺഗ്രസിന്റെ വേദിയിൽ വെച്ച് പറയുന്നുണ്ടല്ലോ. അതായത് ഒരു രീതിയിൽ പോലും CPM-നെതിരെ ഒരു വാക്കുപോലും പറയാത്ത സാഹചര്യത്തിൽ എന്തായിരിക്കാം ഈ രീതിയിലുള്ള ഒരു പ്രകോപനത്തിന് കാരണം? ഈ ഒരു കോൺഗ്രസിന്റെ വേദിയിൽ, അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിലൊക്കെ പലപ്പോഴും, അതായത് രാഷ്ട്രീയ എതിരാളികളുടെ വേദികളിലൊക്കെ പലരും CPM നേതാക്കൾ അടക്കം മുൻപും പങ്കെടുത്തിട്ടില്ലേ? പിന്നെ ഈ ജി സുധാകരനെതിരെ ഈ രീതിയിൽ ആക്രമണം നടത്താനുള്ള കാരണം എന്തായിരിക്കും? അത് ടോമൻ നേരത്തെ തന്നെ ജി സുധാകരൻ അത് സംബന്ധിച്ച സൂചനകൾ നൽകിയിട്ടുള്ളതാണ്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്കൽ ക്രിമിനലിസം കൈകാര്യം ചെയ്യുന്ന ചില ആളുകളാണ് ഇതിന് പിന്നിൽ എന്നുള്ള ആക്ഷേപം ജി സുധാകരൻ ഉന്നയിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസം SFIക്കെതിരെ അദ്ദേഹം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് കഴിഞ്ഞ സമ്മേളന കാലയളവിലാണ് DYFI നേതാവ് ജി സുധാകരനെതിരെ അതിരൂക്ഷമായ വിമർശനം, ആലപ്പുഴയിലെ തന്നെ DYFI നേതാവ് അതിരൂക്ഷ വിമർശനം നവമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും പരസ്യമായി പറയുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ആ സംഭവത്തിന് ശേഷം അദ്ദേഹം ജി സുധാകരൻ എഴുതിയ ഒരു കവിതയിൽ ഇതിനെതിരെ ഒരു മറുപടി ഉണ്ടായിരുന്നു. അതായത് കുന്തവും കുടച്ചക്രവും അടക്കം, കുന്തവും കുടച്ചക്രവും ഉൾപ്പെടെ എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് അവരാണ് ഇതിന് പിന്നിലെന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാം സജി ചെറിയാൻ അടക്കമുള്ള വിഭാഗത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഒളിയമ്പ് തന്നെയായിരുന്നു അത്. ഒപ്പം തന്നെ താൻ കടന്നു വന്ന മേഖലകൾ, SFIയുടെ ഭാരവാഹിത്വത്തിലടക്കം വന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പല ഘട്ടങ്ങളിലും ആ ഒരു സംഭവത്തിൽ കേന്ദ്രീകരിച്ച് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല കേന്ദ്രങ്ങളിലും പല പൊളിറ്റിക്കൽ പാർട്ടികളുടെ സെമിനാറുകളിലും പങ്കെടുക്കുന്നതാണ്. കാരണം ഭൗതിക നിലവാരം ഏറെ ഉയർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്, ഇടതുപക്ഷത്തെ നേതാക്കന്മാരിൽ ഒരാളാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല വിഷയങ്ങളിലുമുള്ള അറിവ് നമുക്ക് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ രാമായണം വായിക്കുന്ന, രാമായണത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്ന ജി സുധാകരനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ
പക്ഷേ നമുക്ക് അതിനകത്ത് വളരെ കൗതുകം തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ആ പുസ്തകങ്ങളോടൊക്കെ കാണിക്കുന്ന വലിയൊരു പുസ്തകശാല തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ജി സുധാകരൻ വളരെ കൃത്യമായി വായനയും അറിവുമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് ലീഗിന് കഴിഞ്ഞ ദിവസം നടന്ന ലീഗിന്റെ സെമിനാറുകൾ അത്തരത്തിലുള്ള പല ഘടകങ്ങളിലേക്കും അദ്ദേഹം ക്ഷണിക്കപ്പെടുകയും അദ്ദേഹം പങ്കെടുക്കുകയും തന്റെ അറിവ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇത്തരം സെമിനാറുകളിലൊക്കെയാണ് പങ്കെടുക്കുന്നത്. പക്ഷെ ഇത്തവണ അത് കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് സംസ്ഥാന സമ്മേളനത്തിന് ശേഷവും അദ്ദേഹം പല അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി കടുപ്പിച്ചിരുന്നു ജി സുധാകരൻ തന്റെ നിലപാട് എന്നുള്ളതാണ്. അതായത് വളരെ സജീവമായി ഇപ്പോൾ 75 എന്ന പ്രായപരിധി പറയുമ്പോഴും ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ അദ്ദേഹം കൃത്യമായ ഒരു ലിസ്റ്റ് തന്നെ 1400-ൽ പരം പരിപാടികൾ താൻ കഴിഞ്ഞ വർഷം പങ്കെടുത്തിട്ടുണ്ടെന്ന് കണക്ക് നിരത്തിയാണ് പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ട സമ്മേളനത്തിൽ നിന്ന് വിമർശനം ഉയർന്നു എന്ന് പറഞ്ഞപ്പോൾ ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ബ്രാഞ്ച് ഘടകത്തിൽ മാത്രം നിൽക്കുന്ന താൻ 1400-ലേറെ പരിപാടികൾ പങ്കെടുത്തു എന്ന് കൃത്യമായി കണക്ക് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെയൊക്കെ പ്രതിരോധിക്കുന്നത്. എന്തിനാണ് ഈ അസഹിഷ്ണുത? കാരണം ശശി തരൂരിനെ CPM-ന്റെ വേദിയിലേക്ക് ക്ഷണിക്കാമെങ്കിൽ, ഡിവൈഎഫ്ഐയുടെ വേദികളിൽ ക്ഷണിക്കാമെങ്കിൽ, ഒരു CPM നേതാവ് കോൺഗ്രസിന്റെ വേദി പങ്കിടുന്നതിൽ എന്താണ് തെറ്റെന്ന ചോദ്യം കൂടി ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നേക്കാം.